ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിനകത്ത് ലൈംഗികതയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. പലരും പല രീതിയിലാണ് അത് ആസ്വദിക്കുന്നത്. ചിലർക്ക് ഹാർഡായിട്ട് സെക്സ് ചെയ്യുന്നതാണ് ഇഷ്ടം, മറ്റു ചിലർക്ക് സോഫ്റ്റായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഈ ഹാർഡ് സോഫ്റ്റ് എന്ന രണ്ട് പ്രകൃതികൾ ഈ പുരുഷനിലുമുണ്ട്, സ്ത്രീയിലുമുണ്ട്. അപ്പം ഞാൻ ഇന്നിവിടെ പറയുന്നത് ഹാർഡായിട്ട് ചെയ്യുന്ന ലൈംഗികത ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീ പുരുഷന്മാരെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ അവരുടെ പ്രത്യേകതകൾ, അവരാ ചെയ്യുന്ന സമയത്തുള്ള ചില ആക്ടിവിറ്റീസ്, അതുപോലെ റെസ്പോൺസ്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ഹാർഡായിട്ട് സെക്സ് ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ നമുക്കിപ്പോൾ നേരിട്ടുള്ള കാഴ്ചയിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഓ ഇവർ ഹാർഡ് നേച്ചറാണ് അല്ലെങ്കിൽ സോഫ്റ്റ് നേച്ചറാണ് എന്ന് നമുക്ക് കാഴ്ചയിൽ നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ലൈംഗികത സമയത്ത് അവരുടെ പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ സെക്സ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഫോർ പ്ലേ ചെയ്യുമല്ലോ. ആ ഫോർ പ്ലേ സമയത്ത് തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് പ്രകടമാണ്. ഈ ഹാർഡ് നേച്ചറായിട്ടുള്ള പുരുഷന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ പാർട്ട്ണർ എപ്പോഴും അവർക്കൊരു വിധേയത്വം കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ അവർ കുറച്ച് ഹാർഡായിട്ട് അവരെ പിടിച്ചാലും കുറച്ച് ഹാർഡായിട്ട് അവരെ ഹാൻഡിൽ ചെയ്താലും അത് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെയാണ്, അല്ലെങ്കിൽ ആ സമയത്തൊരു വിധേയത്വം കാണിച്ച് അവരുടെ ആ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നിൽക്കുന്ന സ്ത്രീകളെയാണ് ഇങ്ങനെയുള്ള പുരുഷന്മാർക്ക് ഇഷ്ടം. അപ്പോൾ അവരുടെ പിടുത്തമൊക്കെ ഒരിച്ചിരി ഹാർഡായിരിക്കും. എന്ന് വെച്ചാൽ ബട്ടക്സിലൊക്കെ ആണെങ്കിൽ അവർ പിടിക്കുന്നത് നന്നായിട്ട് മുറുക്കെ പിടിക്കും, അതുപോലെ അടിക്കും. അതുപോലെ തന്നെ ബ്രസ്റ്റിലായാലും അവർ പിടിക്കുന്നത് ഇല്ല ഞെക്കി പൊട്ടിക്കുന്ന പോലുള്ള പിടുത്തമായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യുന്നതാണ് അവരുടെ ആ ഒരു ഉത്തേജനത്തിന് ഇഷ്ടം. എന്നാൽ മറ്റു ചിലരുണ്ട് വളരെ സോഫ്റ്റായിട്ട് അതിനെ താലോലിക്കുന്നു, വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നവരൊക്കെ ഇല്ലേ, ആ സമയത്ത് വളരെ സോഫ്റ്റായിട്ട് ബ്രസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ പിടിക്കുന്നവരും അതുപോലെ തന്നെ പാർട്ട്ണറെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ഹാർഡ് നേച്ചർ ഇഷ്ടപ്പെടുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഫോർ പ്ലേ സമയത്ത് ചുണ്ടിലൊക്കെ ചെറുതായിട്ട് കടിക്കുന്നത്, അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് പല്ല് കൊണ്ടിങ്ങനെ ചെറുതായിട്ട് കടിക്കുന്നത്, ചെറുതായിട്ട് വേദനിപ്പിക്കുന്നത്, അതുപോലെ നിപ്പിൾസിലൊക്കെ ഇങ്ങനെ കടിക്കുന്നത്, ചെറിയ ഒരു പെയിൻ എടുക്കുന്ന രീതിയിലുള്ള ഫോർ പ്ലേ ഒക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ നേച്ചറുള്ളവർക്ക്. അതുപോലെ ഈ സമയത്ത് കുറച്ച് ബോൾഡായിട്ടുള്ള വാക്കുകൾ പറയുന്നത് ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് നന്നായിട്ട് വരിഞ്ഞു മുറുക്കി ഹാർഡായിട്ട് കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇതിനകത്ത് ഏത് പ്രകൃതമാണ് ഇഷ്ടം, ഹാർഡാണോ സോഫ്റ്റാണോ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ, ഈ സമയത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ആകർഷണവും സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഈ സെക്സ് ചെയ്യാനായിട്ട് കൂടുതൽ താല്പര്യം അവർ കാണിക്കും. എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല, ചിലർക്കൊരു സോഫ്റ്റ് നേച്ചറാണ് ഇഷ്ടം. എല്ലാ കാര്യത്തിലും ഇപ്പോൾ കിസ് ചെയ്യുന്നതിനകത്തായാലും തൊടുന്നതിനകത്ത്, പിടിക്കുന്നതിനകത്ത്, കെട്ടിപ്പിടിക്കുന്നതിനകത്ത്, എല്ലാത്തിനകത്തും ഒരു സാധാരണ ഒരു നോർമൽ രീതിയിലുള്ള ഒരു സ്ട്രോക്കാണ് ഇഷ്ടം. അപ്പോൾ എന്തുകൊണ്ടാണ് ചിലർക്ക് ഈ ഹാർഡ് നേച്ചർ സോഫ്റ്റ് നേച്ചർ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? അവയവങ്ങളിലെ സെൻസിറ്റിവിറ്റിയാണ് കാരണം. ചിലർക്ക് അവിടെ ചെറുതായിട്ടൊന്ന് തൊട്ടാൽ തന്നെ പെട്ടെന്ന് സ്റ്റിമുലേഷൻ ഉണ്ടാവും. ചില പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ അറ്റത്ത് സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവിടെ കൂടുതലായിട്ടിങ്ങനെ പിടിക്കുന്നതും ഹാർഡായിട്ട്, ഒത്തിരി ഹാർഡായിട്ട് പിടിക്കുന്ന അവർക്ക് കുറച്ചൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അപ്പോൾ അവർക്ക് കുറച്ച് ലൈറ്റായിട്ട് ചെയ്താലും പെട്ടെന്ന് ഇറക്ഷൻ ഉണ്ടാവും. എന്നാൽ ചില പുരുഷന്മാർക്ക് അങ്ങനെയല്ല, അവരുടെ ലിംഗത്തിൽ കുറച്ച് ഹാർഡായിട്ട് പിടിക്കുകയും അതിനകത്ത് കുറച്ച് ഹാർഡായിട്ട് അവിടെ പ്രവർത്തിച്ചെങ്കിലേ അവരുടെ ഇറക്ഷൻ നിലനിൽക്കത്തുള്ളൂ, അതൊരു രസകരമായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലിറ്റോറിസിൽ കിട്ടേണ്ട ആ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടല്ലോ ഈ സമയത്ത്, ഇൻ്റർകോഴ്സ് സമയത്ത്, അത് കുറച്ച് ഹാർഡായിരിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് ഓർഗാസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവർ അത് പ്രകടിപ്പിക്കും, കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാർഡായിട്ട് ചെയ്യാനുള്ളൊരു ആംഗ്യമൊക്കെ അവർ കാണിക്കും.
പക്ഷേ പല സ്ത്രീകൾക്കും അവർക്കിങ്ങനെ ഒരു ഹാർഡ് നേച്ചർ ഇഷ്ടമാണ് എന്ന് പറയാൻ എന്തോ ഒരു മടിയാണ് അവർ തുറന്ന് പറയാനായിട്ട്. എന്നാൽ ചിലർ ഇൻഡയറക്റ്റ് രീതിയിൽ അത് തുറന്ന് പറയാറുമുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് മാസ്റ്റർബേഷൻ ചെയ്യുന്ന രീതി അവർക്ക് ഹാർഡ് നേച്ചറാകാനും സോഫ്റ്റ് നേച്ചറാകാനും ഒക്കെ ഒരു കാരണമാകുന്നുണ്ട്. എന്നുവെച്ചാൽ വിവാഹത്തിന് മുമ്പ് പതിവായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യുന്നു? അവരെന്തെങ്കിലും ഉപകരണം വെച്ചാണോ ചെയ്യുന്നത്? അതോ ഉപകരണമില്ലെങ്കിൽ തന്നെ വിരൽ കൊണ്ട് ചെയ്യുമ്പം അത് എവിടെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ക്ലിറ്റോറിസിലൊക്കെ കൂടുതൽ ഹാർഡായിട്ട് സ്ട്രോക്ക് കൊടുക്കാറുണ്ടോ? അതുപോലെ പതിവായിട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് സെൻസിറ്റിവിറ്റി കുറേശ്ശെ കുറഞ്ഞ് വരും. അപ്പോൾ കൂടുതലായിട്ട് സ്ട്രോക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ ബ്രെയിനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്ത് സ്റ്റിമുലേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ സിഗ്നൽ വരുത്താനായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പതിവായിട്ട് ചെയ്യുമ്പോൾ ശരീരം അതുമായിട്ട് താതാമ്യപ്പെടാൻ നോക്കും. അപ്പോൾ കൂടുതൽ സ്റ്റിമുലേഷൻ വേണ്ടി വരും. അങ്ങനെയാണ് കൂടുതൽ ഒരാൾ ഈ ഹാർഡായിട്ടുള്ള നേച്ചറിലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പുരുഷനെ സംബന്ധിച്ച് അവർ ലൈംഗികപരമായിട്ട് പെട്ടെന്ന് ചൂടാവും. സ്ത്രീകളെക്കാൾ കൂടുതൽ പെട്ടെന്ന് ഇറക്ഷൻ സംഭവിക്കുകയും അല്ലെങ്കിൽ ഇജാക്കുലേഷനിലേക്ക്, ഇപ്പോൾ സ്ത്രീക്ക് ഓർഗാസം വരുന്നതിനേക്കാൾ മുൻപ് തന്നെ പുരുഷന് വരാനുള്ളൊരു ടെൻഡൻസിയാണ് സ്വാഭാവികമായിട്ടും കാണിക്കുന്നത്. എന്നാൽ ഈ ഇജാക്കുലേഷൻ വരുന്നത് താമസിപ്പിക്കാൻ കുറച്ച് ടാലൻ്റുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് കഴിവുള്ള പുരുഷന്മാർക്ക് സാധിക്കും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പതുക്കെ ചൂടാകത്തുള്ളൂ. അപ്പം അവരുടെ നേച്ചർ അനുസരിച്ച്, ഇപ്പോൾ ഹാർഡ് നേച്ചറാണോ സോഫ്റ്റ് ആണോ എന്നൊക്കെ അനുസരിച്ച് ഫോർ പ്ലേയിൽ കൂടെ അവരെ ചൂടാക്കി എടുക്കുക. അതാണ് ഒരു പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്തെ ഒരു കർമ്മം. ഇനി ഈ ഹാർഡ് നേച്ചറുള്ള സ്ത്രീകളെ പെട്ടെന്ന് ഓർഗാസത്തിലോട്ട് കൊണ്ടുവരാനുള്ള 1-2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്തുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ഹാർഡായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടുള്ള പോലെ കുറച്ച് ഹാർഡായിട്ട് സ്ട്രോക്ക് കൊടുത്തിട്ടുള്ള ഫോർ പ്ലേ കുറച്ച് കൂടുതൽ സമയം ചെയ്യാം. ഇവർക്ക് ഇച്ചിരി ഫോർ പ്ലേ കൂടുതൽ സമയം വേണ്ടി വരുന്നവരാണ്. അപ്പോൾ ഹാർഡായിട്ടുള്ള ചുംബനം, അതുപോലെ ഹാർഡായിട്ട് ഇങ്ങനെ പിടിക്കുന്നത്, അതുപോലെ ചെറുതായിട്ട് അടിക്കുന്നത്, അതുപോലെ ചെറുതായിട്ട് വേദനിപ്പിച്ച് ഇങ്ങനെ കടിക്കുന്നത്, ഇതൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീ നന്നായിട്ട് ഇതിനകത്ത് മൂടായതിന് ശേഷം മതി പുരുഷന് നല്ല ഇറക്ഷൻ ഉണ്ടാവാൻ. ഇനി നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിവുള്ള പുരുഷന്മാരെ സംബന്ധിച്ച് ലിംഗത്തിന് തുടക്കം മുതൽ തന്നെ സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ലിംഗം ക്ലിറ്റോറിസിൽ റബ്ബ് ചെയ്യുന്നെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അതുപോലെ ഈ ഹാർഡ് നേച്ചറുള്ളവർക്ക് ഓറൽ സെക്സിനോട് വളരെയേറെ താല്പര്യമുള്ളവരായിരിക്കും. അപ്പം അതനുസരിച്ചുള്ള രീതിയിൽ പ്രവർത്തിക്കുക. കാരണം ഈ ഓറൽ സെക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് സ്റ്റിമുലേഷൻ നമുക്ക് ഏത് ഭാഗത്ത് കൊടുക്കണോ അവിടെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം കുറച്ച് സമയം കൂടുതലൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളവർക്ക് പൊതുവേ ഇച്ചിരി സമയം കൂടുതലെടുക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള സംസാരം, പുരുഷൻ്റെ സംസാരം, ചില വാക്കുകൾ, ചില ബോൾഡായിട്ടുള്ള വാക്കുകൾ, അങ്ങനെ ഉണ്ടല്ലോ, അത് ചില സ്ത്രീകൾക്ക് പെട്ടെന്ന് ഓർഗാസത്തിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കും. എന്നാൽ അതവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഈ ഹാർഡ് നേച്ചറിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ, അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ വകഭേദങ്ങൾ ഒരുപാടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ മറ്റ് രീതിയിലൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കെല്ലാം ഒന്നും ഒരു വീഡിയോ പറയാനൊക്കത്തില്ല. അത് മറ്റൊരു വീഡിയോ കൂടെ പറയാം. എനിവേ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.